ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഞാൻ മൂന്നാലഞ്ച് സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാല് കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത് വരാൻ പോകുന്നത് മമ്മൂക്കയുടെ മറ്റൊരു സിനിമ. ഏതാ? മതിലുകൾ. മതിലുകൾ എന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത അതിമനോഹരമായ സിനിമ. ആ സിനിമയിൽ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് മമ്മൂക്ക, ആരാണ് ഒറിജിനൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പോലും അറിയാതെ അതിമനോഹരമായ അതേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതേ മാനരസങ്ങളും കാര്യങ്ങളും ചെയ്ത അതിമനോഹരമായ മതിലുകൾ എന്ന സിനിമ. പിന്നീട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ന്യൂഡൽഹി. ഏത് സിനിമയാണ് ആദ്യം പറയണമെന്ന് അറിയില്ല, അത്ര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ന്യൂഡൽഹിയിലെ ജി കൃഷ്ണമൂർത്തി. ഇന്ന് വിശ്വനാഥ്, വിശ്വത്തിൻ്റെ നാഥൻ, അതായത് ദൈവം. എവിടെ ട്രെയിൻ മറിയണം, എവിടെ ബോംബ് പൊട്ടണം എല്ലാം നിശ്ചയിക്കുന്നത് നവഭാരത് ടൈംസിലെ പഴയ ജി കൃഷ്ണമൂർത്തി, ഇന്ന് വിശ്വനാഥ്. ഇതൊക്കെ പറയാൻ വേറെ ഏതെങ്കിലും നടന്മാർക്ക് പറ്റുമോ? അതുപോലെ തന്നെ ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതിയല്ലടാ തെണ്ടി കഴിവറ മോനെ, അന്ന് ഞാൻ പാവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ഷോട്ട് ഡെഡ്, ഡീറ്റെയിൽസ് ആർ ഹിയർ. ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ഷോട്ട് ഡെഡ്, ഡീറ്റെയിൽസ് ആർ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന സംഭവം. അതിഗംഭീര സിനിമ. ന്യൂഡൽഹിയിൽ ഫുള്ളായി ചിത്രീകരിച്ച സിനിമ. അന്നത്തെ കാലത്തെ ട്രെൻഡിങ് സിനിമ. ത്യാഗരാജനും മമ്മൂക്കയും സുരേഷ് ഗോപിയും ഉർവശിയും സുമലതയൊക്കെ തകർത്ത് പൂരിച്ചടക്കിയ സിനിമ. ജഗന്നാഥ വർമ്മയും ദേവനൊക്കെ. വിദ്യാധരൻ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചൂഴ്ന്നു നോക്കുന്ന വിദ്യാധരൻ. അതിഗംഭീര കഥാപാത്രം. ഈ പറഞ്ഞ പോലെ AK ലോഹിദാസിൻ്റെ ആദ്യത്തെ സിനിമ, തിരക്കഥ ഒക്കെ ലോഹിദാസ് എന്താ പറയുക, വാച്ച് റിപ്പയറായിട്ടുള്ള വിദ്യാധരനായിട്ട് മമ്മൂക്ക തകർത്ത് അഭിനയിച്ച എന്ത് രസമാണല്ലേ അതിൽ. ഇതൊക്കെ മമ്മൂക്കയുടെ കഥാപാത്രം ചെറിയ ഓട്ടയെക്കൂടെ, മതിലിൻ്റെ ഓട്ടയെക്കൂടെ നോക്കിയിട്ട് പറയുന്നത് അവൻ്റെ കുട്ടിയെ അവൻ കൊന്നു എന്ന് പറഞ്ഞൊരു സംഭവം. എന്ത് ഗംഭീര സിനിമയാണ് ഇതൊക്കെ. ഇതൊക്കെ ചിന്തിക്കാൻ പോലും മറ്റുള്ള നടന്മാർക്ക് സാധിക്കില്ല. അത്ര ഗംഭീരമായ സിനിമയാണ് ഭൂതക്കണ്ണാടി, വിദ്യാധരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഓരോ സിനിമകൾ നമ്മൾ പറയുമ്പോൾ പറഞ്ഞ് മതിയാവില്ല നമുക്ക്. അത്രയും ഗംഭീര സിനിമകളാണ് ഓരോരോ സിനിമകളും. ഡോക്ടർ അംബേദ്കർ, ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമ ഇംഗ്ലീഷ് ടൈറ്റിലാണ്, ഇംഗ്ലീഷ് സിനിമയാണ്. അതും നാഷണൽ അവാർഡ് വാങ്ങിച്ചു തന്ന സിനിമയാണ് മമ്മൂക്കയ്ക്ക്. മലയാളത്തിൽ ഒരു നടനും ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ച് അവാർഡ് കിട്ടിയിട്ടില്ല. അതും മമ്മൂക്ക നമുക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ ഈ സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത പോർഷനിൽ അത് നാളെ ചെയ്യാം. അപ്പോൾ 2 വീഡിയോ ഇപ്പോൾ അടുപ്പിച്ച് ചെയ്തു. ഇനി ബാക്കിയുള്ളത് നാളെ. അടുത്ത മമ്മൂക്കയുടെ സൂപ്പർ സിനിമയെ കുറിച്ച് നാളെ. ഓക്കെ. അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.